ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കൂടെ ചേർത്ത് കണ്ടിരുന്ന ഒരു പേരുണ്ട്, സഹാറ. 2001 തൊട്ട് 2013 വരെ 12 വർഷത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസറായിരുന്നു സഹാറ. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു കാലത്ത് അതികായനായിരുന്ന എന്നാൽ പിന്നീട് കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സഹാറ ഗ്രൂപ്പിന്റെയും അതിന്റെ സ്ഥാപകൻ സുബ്രത റോയിയുടെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു സാധാരണ തുടക്കത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നായി ഉയർന്നു വന്ന സഹാറ പിന്നീട് എങ്ങനെയാണ് നിയമക്കുരുക്കുകളിലും സാമ്പത്തിക പ്രതിസന്ധിയിലും അകപ്പെട്ട് തകർച്ച നേരിട്ടത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. 1978 സുബ്രത റോയ് എന്ന ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യൻ വെറും 2000 രൂപ മൂലധനവുമായി ഗോരഖ്പൂരിൽ നിന്ന് സഹാറ ഇന്ത്യ പരിവാർ എന്ന സംരംഭത്തിന് തുടക്കമിടുമ്പോൾ ഒരു പക്ഷേ ആരും കരുതിയിട്ടുണ്ടാവില്ല ഇത് ഇന്ത്യയുടെ ബിസിനസ് ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്ന്. തുടക്കത്തിൽ ഒരു ചിറ്റ് ഫണ്ട് കമ്പനിയായിരുന്ന സഹാറ ഫിനാൻസിനെ ഏറ്റെടുത്തുകൊണ്ടാണ് സുബ്രത റോയ് തന്റെ യാത്ര ആരംഭിച്ചത്. ചെറിയ തുകകൾ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും ഗ്രാമീണരിൽ നിന്നും പണം സമാഹരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക മാതൃകയാണ് അദ്ദേഹം വികസിപ്പിച്ചത്. ബാങ്കിംഗ് സൗകര്യങ്ങൾ പരിമിതമായിരുന്ന അക്കാലത്ത് ദശലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് സഹാറ ഒരു ആശ്രയമായി മാറി. സഹാര ശ്രീ എന്ന് സ്നേഹത്തോടെയും ആദരവോടെയും അദ്ദേഹത്തെ ജീവനക്കാർ വിളിച്ചു. സഹാറ ഗ്രൂപ്പ് അതിവേഗം വളർന്നു. 1990കളിൽ സുബ്രത റോയ് തന്റെ ആസ്ഥാനം ലക്നൌവിലേക്ക് മാറ്റി. അവിടെ നിന്ന് സഹാറ ഒരു പ്രാദേശിക സ്ഥാപനം എന്ന നിലയിൽ നിന്ന് ദേശീയ തലത്തിലുള്ള ഒരു വൻകിട കമ്പനിയായി മാറി. സാമ്പത്തിക സേവനങ്ങൾക്കപ്പുറം റിയൽ എസ്റ്റേറ്റ്, മാധ്യമങ്ങൾ, ഹോസ്പിറ്റാലിറ്റി, വിനോദം, നിർമ്മാണം, കായികം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് സഹാറ കടന്നു ചെന്നു. 2004 ടൈം മാഗസിൻ സഹാറ ഗ്രൂപ്പിനെ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തൊഴിൽ ദാതാവായി വിശേഷിപ്പിച്ചു. 5000-ലധികം സ്ഥാപനങ്ങളും 1.2 ദശലക്ഷം ജീവനക്കാരും സഹാറയുടെ കീഴിൽ പ്രവർത്തിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായി സഹാറ മാറി. ഫോർമുല 1 റേസിംഗ് ടീമിലും IPL ക്രിക്കറ്റ് ടീമിലും അവർക്ക് ഓഹരിയുണ്ടായിരുന്നു. സഹാറ ഗ്രൂപ്പ് അതിന്റെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ലോകമെമ്പാടും അവരുടെ ആസ്തികൾ വ്യാപിച്ചു. ന്യൂയോർക്കിലെ ചരിത്ര പ്രസിദ്ധമായ പ്ലാസ ഹോട്ടൽ, ലണ്ടനിലെ ഗ്രോസനർ ഹൗസ് തുടങ്ങിയ ആഡംബര ഹോട്ടലുകൾ സഹാറയുടെ ഉടമസ്ഥതയിലായി. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ 10,000 ഏക്കറിലധികം വിസ്തൃതിയുള്ള ആംബി വാലി സിറ്റി എന്ന ആഡംബര നഗരം അവരുടെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയായിരുന്നു. എയർ സഹാറ എന്ന പേരിൽ സ്വന്തമായി വിമാന കമ്പനിയും അവർക്കുണ്ടായിരുന്നു. ഇത് പിന്നീട് ജെറ്റ് എയർവേസിന് വിറ്റു. സുബ്രത റോയ് ഒരു വലിയ വ്യവസായ പ്രമുഖനായി മാറി. രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ പ്രമുഖരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആഡംബരപരമായ ജീവിതശൈലിയും വലിയ പാർട്ടികളും വാർത്തകളിൽ നിറഞ്ഞു. 2004 അദ്ദേഹത്തിന്റെ മക്കളുടെ ആഡംബര വിവാഹം 550 കോടി രൂപ ചിലവിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സാധാരണക്കാർക്ക് ഒരു സ്വപ്നമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ നൽകി കൂട്ടായ പുരോഗതിയും അഭിവൃദ്ധിയും എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് സഹാറ അവകാശപ്പെട്ടു. എന്നാൽ സഹാറ ഗ്രൂപ്പിന്റെ ഈ വളർച്ച ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുമായി ഉണ്ടായ നിയമ പോരാട്ടത്തോടെയാണ്. ഓപ്ഷണലി ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് OFCDs എന്ന പേരിൽ സഹാറ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സഹാറ ഹൗസിംഗ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ സഹാറയുടെ 2 കമ്പനികൾ പൊതുജനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ സമാഹരിച്ചതായിരുന്നു തർക്കവിഷയം. സെബിയുടെ അനുമതിയില്ലാതെയും മതിയായ സുതാര്യതയില്ലാതെയും ഈ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സെബി ആരോപിച്ചു. ഇതൊരു പോൺസി സ്കീം ആണെന്നും കോടിക്കണക്കിന് നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്നും ആരോപണങ്ങളുണ്ടായി. എന്നാൽ ഈ ബോണ്ടുകൾ തങ്ങളുടെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അനുമതി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സഹാറ വാദിച്ചു. 2010 നവംബറിൽ ഈ 2 കമ്പനികളും പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്നത് തടഞ്ഞുകൊണ്ട് സെബി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. 2011 ജൂണിൽ സെബി സഹാറ കമ്പനികളോട് ഓപ്ഷണലി ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സുകളിലൂടെ സമാഹരിച്ച പണം നിക്ഷേപകർക്ക് ഉടനടി തിരികെ നൽകാൻ ഉത്തരവിട്ടു. സഹാറ ഈ ഉത്തരവിനെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്തു. എന്നാൽ 2011 ഒക്ടോബറിൽ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ സെബിയുടെ ഉത്തരവ് ശരിവെച്ചു. ഏകദേശം 3 കോടി നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച 25.781 കോടി രൂപ 6 ആഴ്ചക്കുള്ളിൽ തിരികെ നൽകാൻ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സഹാറ പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചു. 2012 ഓഗസ്റ്റ് 31 സുപ്രീം കോടതി സെബിയുടെ ഉത്തരവ് ശരിവെക്കുകയും 15% പലിശ സഹിതം നിക്ഷേപകരുടെ പണം സെബിക്ക് കൈമാറാൻ സഹാറ കമ്പനികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഏകദേശം 24,000 കോടി രൂപ സെബിയിൽ നിക്ഷേപിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്.
എന്നാൽ തങ്ങൾ 95%-ലധികം നിക്ഷേപകർക്കും നേരിട്ട് പണം തിരികെ നൽകി എന്നാണ് സഹാറ വാദിച്ചത്. എന്നിരുന്നാലും ഇതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ സഹാറയ്ക്ക് കഴിഞ്ഞില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ സഹാറ ഗ്രൂപ്പ് പരാജയപ്പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളായി. 2013 നവംബറിൽ സുബ്രത റോയിയെ രാജ്യവിട്ടു പോകുന്നതിൽ നിന്ന് വിലക്കി. 2014 ഫെബ്രുവരി 20-ന് സുപ്രീം കോടതി അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അമ്മയുടെ അസുഖം കാരണം ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഫെബ്രുവരി 26-ന് സുപ്രീം കോടതി സുബ്രത റോയ്ക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. 2014 ഫെബ്രുവരി 28-ന് സുബ്രത റോയിയെ ലക്നൌവിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും തീഹാർ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. 10,000 കോടി രൂപ, അതിൽ 5,000 കോടി രൂപ പണമായും 5,000 കോടി ബാങ്ക് ഗ്യാരണ്ടിയായും കെട്ടിവെച്ചാൽ ജാമ്യം നൽകാമെന്ന് സുപ്രീം കോടതി ഉപാധി വെച്ചു. എന്നാൽ ഈ തുക സമാഹരിക്കാൻ സഹാറയ്ക്ക് കഴിഞ്ഞില്ല. ഏകദേശം 2 വർഷത്തിലധികം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ 2016-ൽ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചു. പിന്നീട് ജാമ്യം ലഭിച്ചെങ്കിലും രാജ്യം വിട്ടുപോകുന്നതിൽ നിന്ന് വിലക്കുകയും എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സഹാറയ്ക്ക് നിക്ഷേപകർക്ക് തിരികെ നൽകേണ്ട തുക ഏകദേശം 25,000 കോടി രൂപയോളമാണെന്ന് സെബി കണക്കാക്കി. ഈ തുക തിരികെ ലഭിക്കുന്നതിനായി സെബി സഹാറയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ തുടങ്ങി. ന്യൂയോർക്കിലെ പ്ലാസ ഹോട്ടൽ, ലണ്ടനിലെ ഗ്രോസ്നർ ഹൗസ്, ആംബി വാലി സിറ്റി തുടങ്ങിയ വിലപിടിപ്പുള്ള പല ആസ്തികളും സെബി കണ്ടുകെട്ടി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിനായി സെബി സഹാറ റീഫണ്ട് അക്കൗണ്ട് രൂപീകരിച്ചു. 2023 മാർച്ച് 31 വരെ ഈ അക്കൗണ്ടിൽ 25,163 കോടി രൂപയോളം നിക്ഷേപമുണ്ടെന്ന് സെബി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സെബിക്ക് ലഭിച്ച അപേക്ഷകൾ പ്രകാരം 2023 മാർച്ച് 31 വരെ ഏകദേശം 138.07 കോടി രൂപ മാത്രമാണ് നിക്ഷേപകർക്ക് തിരികെ നൽകിയിട്ടുള്ളത്. ഇത് ആകെയുള്ള തുകയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഭൂരിഭാഗം നിക്ഷേപകരും തങ്ങളുടെ പണം തിരികെ ആവശ്യപ്പെട്ട് മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. തങ്ങൾ നേരിട്ട് നിക്ഷേപകർക്ക് പണം തിരികെ നൽകിയതിനാലാണ് കൂടുതൽ പേരും വരാത്തതെന്ന് സഹാറ ഇപ്പോഴും വാദിക്കുന്നു. സഹാറ ഗ്രൂപ്പിന്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പണം നിക്ഷേപിച്ചവർക്ക് പണം തിരികെ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 2023 ജൂലൈയിൽ CRCS സഹാറ റീഫണ്ട് പോർട്ടൽ ആരംഭിച്ചു. സെബി സഹാറ റീഫണ്ട് അക്കൗണ്ടിൽ നിന്ന് 5,000 കോടി രൂപ ഈ പോർട്ടലിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഏകദേശം 18 ലക്ഷത്തോളം നിക്ഷേപകർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദീർഘനാളത്തെ രോഗാവസ്ഥകൾക്ക് ശേഷം 2023 നവംബർ 14-ന് 75-ാം വയസ്സിൽ സുബ്രത റോയ് അന്തരിച്ചു. മെറ്റാസ്റ്റാറ്റിക് മലിഗ്നൻസി, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം. മുംബൈയിൽ കോകിലാബെൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മരണം സഹാറ ഗ്രൂപ്പിന്റെ ഒരു യുഗത്തിന്റെ അവസാനം കുറിച്ചു. സുബ്രത റോയിയുടെ മരണശേഷവും സഹാറ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി നിയമവിരുദ്ധമായി വിറ്റഴിച്ചു എന്നാരോപിച്ച് സുബ്രത റോയിയുടെ ഭാര്യ സ്വപ്ന റോയ്, മക്കളായ സുശാന്ത്, സിമാന്തോ എന്നിവരുൾപ്പെടെ 9 പേർക്കെതിരെ അടുത്തിടെ ജാർഖണ്ഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തു. പണം സെബിക്ക് കൈമാറുന്നതിന് പകരം വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് ആരോപണം. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചാണ് ഈ ഭൂമി വിൽപ്പന നടന്നതെന്ന് CID പറയുന്നു. സഹാറ ഗ്രൂപ്പിന്റെ പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങൾ സുബ്രത റോയിയുടെ മരണശേഷം പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുണ്ട്. സെബി സഹാറ റീഫണ്ട് അക്കൗണ്ടിൽ ഇപ്പോഴും 25,000 കോടി രൂപയിലധികം തുക ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. ഈ തുക സെൻട്രലൈസ്ഡ് ഫണ്ടിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് നിക്ഷേപകർ ഇപ്പോഴും തങ്ങളുടെ പണം തിരികെ ലഭിക്കാനായി കാത്തിരിക്കുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. സഹാറ ഗ്രൂപ്പിന്റെയും സുബ്രത റോയിയുടെയും കഥ ഒരു സാധാരണ തുടക്കത്തിൽ നിന്ന് അസാധാരണമായ ഉയർച്ചയിലേക്കും അവിടെ നിന്ന് നാടകീയമായ തകർച്ചയിലേക്കും നീങ്ങുന്ന ഒരു സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ കഥയാണ്. ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വിശ്വാസം പിടിച്ചുപറ്റി വളർന്നു വന്ന ഒരു സ്ഥാപനം നിയമങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചുവെന്ന ആരോപണങ്ങളാൽ കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ ഇപ്പോഴും നിക്ഷേപകർക്ക് ലഭിക്കാതെ കിടക്കുന്നു. സഹാറ ഗ്രൂപ്പിന്റെ ഈ ചരിത്രം ഏതൊരു ബിസിനസ് സാമ്രാജ്യത്തിനും സാമ്പത്തിക ഭദ്രതയും നിയമപരമായ സുതാര്യതയും എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. സുബ്രത റോയിയുടെ മരണത്തോടെ ഒരു അധ്യായം അവസാനിച്ചെങ്കിലും സഹാറ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളും നിക്ഷേപകരുടെ ആശങ്കകളും ഇന്നും തുടരുന്നു. സഹാറയുടെ ഭാവിയെക്കുറിച്ചും നിക്ഷേപകരുടെ പണത്തിന്റെ കാര്യത്തിലും വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ സമൂഹം.
ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.